ഹായ് ഗൈസ്, അജ്മല ഉണ്ടോ? ഇന്ന് നമ്മളെ ബഹ്റൈനിലുള്ള ബുസൈത്തിയിലേക്കാണ് പോകുന്നത്. അവിടെ അൽ ഹസൻ മോസ്ക് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ഒരു തുർക്കി മോഡൽ കൺസ്ട്രക്ഷനൊക്കെയാണ് അതിൻ്റെ. ശരിക്കും മനോഹരമായിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് പോയി അതൊന്ന് കണ്ടിട്ട് വരാം അല്ലേ. ഇത് മുഹമ്മദ് ബിൻ യൂസുഫ് അൽ ഹസൻ മോസ്ക്. തുർക്കി ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്ത ഈ പള്ളി 2018 പൂർത്തിയായത്. 2 ഭാഗങ്ങളിലായിട്ട് നിൽക്കുന്ന ഈ പള്ളിയുടെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള മിനാരങ്ങൾക്ക് 55 മീറ്ററാണ് ഹൈറ്റ് ഉള്ളത്. മാത്രമല്ല മൊത്തത്തിൽ 12 മിനാരങ്ങളാണ് ഈ പള്ളിക്കുള്ളത്. UAE നിർമ്മിച്ച ഈ മിനാരങ്ങളെല്ലാം തന്നെ ഫൈബർ ഗ്ലാസ് കൊണ്ടുള്ളതാണ്. ഇനി നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാനൊരു സംഭവമുണ്ട്. ഇതിൻ്റെ വാതിലുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള തേക്ക് കൊണ്ടാണ്. പിന്നെ പള്ളിയുടെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ള മാറ്റുകളും സംഭവങ്ങളൊക്കെ അത് തുർക്കി മെയ്ഡാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല, സാധാ പള്ളി തന്നെയാണ്. പക്ഷേ വസ്തു നിർമ്മാണത്തിലുള്ള തുർക്കി ആർക്കിടെക്റ്റുകളുടെ ഒരു കഴിവ് അവരിതിൽ ചെയ്തു വച്ചിട്ടുണ്ട്. ഞാനവിടെ ചെന്നപ്പോൾ ചില നേരം കുടിക്കാനായിട്ട് ചെറിയൊരു ഡ്രിങ്കും കുറച്ച് ഈന്തപ്പഴം വെച്ചിട്ടുണ്ടായിരുന്നു. ഈന്തപ്പഴം നല്ല ടേസ്റ്റുള്ള നല്ല ക്വാളിറ്റി ഈന്തപ്പഴമായിരുന്നു. ആ ഡ്രിങ്ക് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ ചെറിയൊരു ചവർപ്പുള്ള ടൈപ്പ് ഡ്രിങ്ക് ആയിരുന്നു. അവരുടെ ഏതെങ്കിലും ട്രഡീഷണൽ ഡ്രിങ്ക് ആയിരിക്കാം. എന്തായാലും ഈത്തപ്പഴത്തിൻ്റെ മധുരവും ഇതിൻ്റെ ആ ഒരു ചെറിയ ചവർപ്പും കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. 2000-ഓളം വിശ്വാസികൾക്ക് ഒരേ സമയം പ്രാർത്ഥന നിർവഹിക്കാൻ കഴിയുന്ന ഈ പള്ളിയിൽ പുരുഷന്മാർക്കുള്ള അതേ സൗകര്യങ്ങളോടെ തന്നെ സ്ത്രീകൾക്കും നിസ്കരിക്കാൻ സാധിക്കും. 2 പ്രാർത്ഥനാ ഹാളുകൾ, ഒരു ഖുർആൻ സെൻറ്റർ, 2 ഫംഗ്ഷൻ ഹാള്, ഒരു മീഡിയ സെൻറ്റർ, പിന്നെ ഇമാം മുഅദ്ദിൻ, അവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ എന്നിവർക്കുള്ള പാർപ്പിടങ്ങളും ഈ പള്ളി കോമ്പൗണ്ടിൽ തന്നെയുണ്ട്. وأشهد أن لا إله إلا الله وحده لا شريك له.
നിസ്കാരമൊക്കെ കഴിഞ്ഞിറങ്ങി ഞാനും പോവാണ്. അപ്പോൾ വീണ്ടും പുതിയ എന്തെങ്കിലും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ, സി യു, സൈനിങ് ഓഫ്, അജ്മൽ സ്റ്റോറി.